ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന ദേശീയ പണിമുടക്കിൽ കേരളം സ്തംഭിക്കും. ഫെബ്രുവരി 12 വ്യാഴാഴ്ചയാണ് ദേശീയ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമിതി പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പണിമുടക്കിൽ രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംഘടനകളും പങ്കെടുക്കുന്നതോടെ കേരളം മൊത്തം നിശ്ചലമായിരിക്കും. എന്തിനാണ് ഈ പണിമുടക്കെന്നും ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നതെന്നും നോക്കാം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡുകൾ പിൻവലിക്കുക, അതുപോലെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി നിർദ്ദേശം പിൻവലിക്കുക, പൊതുമേഖല ഓഹരി വിൽപ്പനയും ആസ്തി വിൽപ്പനയും അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളും വിവിധ മേഖലകളിലെ ഫെഡറേഷനുകളും ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത 4 ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നുള്ളതാണ് സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. TUCC, സേവ, AICC-TU, LPF, UTUC എന്നീ തൊഴിലാളി സംഘടനകളാണ് ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. സംയുക്ത കിസാൻ മോർച്ച പൊതുപണിമുടക്കിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പണിമുടക്കിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ സാമ്പത്തിക പരമാധികാരം സംരക്ഷിക്കുക, പൊതുമേഖലയെ സംരക്ഷിക്കുക, തീവ്ര സ്വകാര്യവൽക്കരണത്തെ തടയുക, അതുപോലെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പണിമുടക്ക്. പണിമുടക്കിന് സമ്പൂർണ്ണ വിജയം ഉറപ്പാക്കാൻ വേണ്ടി ഓരോ പാർട്ടി അംഗവും അവരവരുടെ പ്രവർത്തന മേഖലകളിൽ സജീവമായി ഇടപെടണമെന്നും രാഷ്ട്രീയ പാർട്ടികൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ പണിമുടക്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടങ്ങിക്കിടക്കും. അതുപോലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേന്ദ്ര തൊഴിലാളി സംഘടനകൾക്കും അതുപോലെ ദേശീയ ഫെഡറേഷൻ പുറമെ ബാങ്ക്, ഇൻഷുറൻസ്, കേന്ദ്ര സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ പണിമുടക്കിൽ കേരളത്തിലെ എല്ലാ തൊഴിൽ മേഖലയും നിശ്ചലമാകുമെന്നാണ് സമരസമിതി നേതാക്കൾ പറയുന്നത്. കർഷക മോർച്ചയും മഹിളാ, യുവജന, വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന് ഭാഗമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിവിധ തൊഴിൽ മേഖലയിലെ കശുവണ്ടി, കയർ, കൈത്തറി, മത്സ്യബന്ധനവും വിപണനവും, സംസ്ഥാനത്തെ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും, അതുപോലെ തുറമുഖം, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങൾ, അതുപോലെ നിർമ്മാണ തൊഴിലാളികൾ, ലോട്ടറി, തൊഴിലുറപ്പ്, ടെലികോം, വൈദ്യുതി, മോട്ടോർ വാഹനങ്ങൾ, ഓൺലൈൻ വ്യാപാരങ്ങൾ, IT മേഖല തുടങ്ങി എല്ലാ രംഗങ്ങളിലുള്ളവരും 24 മണിക്കൂർ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. പൊതുപണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് ഒരു വിഭാഗം ബാങ്കിംഗ് ജീവനക്കാരും അറിയിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ, അതുപോലെ ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ, അതുപോലെ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളും പണിമുടക്കിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ പത്രമാധ്യമ രംഗത്തെ ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. പൊതുപണിമുടക്ക് രാജ്യത്തെ മെട്രോ നഗരങ്ങളെയും ബാധിച്ചേക്കാം. രാജ്യത്തെ പ്രധാന IT നഗരങ്ങളിൽ ഒന്നായ ബംഗളൂരുവിനെ പണിമുടക്ക് ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ പൊതുയുഗമാണ് രാജ്യവ്യാപക പണിമുടക്കിലൂടെ തുടങ്ങുന്നത് എന്ന് CITU ജനറൽ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു.